എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മുടെ കിമ്മിനെ കാണിച്ചുകൊണ്ടാണ് അവനെയാണെങ്കിൽ അവൻ്റെ മാനേജർ വിളിക്കും. എന്നിട്ട് പറയും, എടാ ഞാൻ നിൻ്റെ അടുത്ത് ആദ്യമേ പറഞ്ഞതല്ലേ നിനക്കവിടെ നല്ലതുപോലെ ഇഷ്ടപ്പെടും, നിനക്കവിടെ സേഫ് ആയിരിക്കും എന്ന്. നിനക്കിപ്പോൾ എന്താ തോന്നുന്നത്? അവിടെ നല്ല സേഫ് അല്ലേ, നീ കംഫർട്ടബിൾ അല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മുടെ കിമ്മ അതെ എന്ന് പറയും. ഉടനെ തന്നെ മാനേജർ പറയും, ഞാൻ നിൻ്റെ കുറച്ച് ആക്സസറീസൊക്കെ അവിടോട്ട് കൊടുത്തു വിട്ടിട്ടുണ്ട്, വഴിയെ ഞാൻ ഓരോന്നായിട്ട് കൊടുത്തു വിട്ടുകൊണ്ടേ ഇരിക്കാം, നീ അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്നൊക്കെ നമ്മുടെ മാനേജർ പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ കിമ്മാണെങ്കിൽ എവിടെ പോകാൻ വേണ്ടിയിട്ട് അവൻ്റെ കാറിലായിട്ട് കയറിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ കിമ്മിൻ്റെ കാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ് കേട്ടോ. അപ്പോൾ ആ കാർ ഇങ്ങനെ കിടക്കുന്നതും അതിൻ്റെ മുമ്പിലായിട്ട് നമ്മളുടെ സോളുണ്ടല്ലോ അവളിങ്ങനെ നടന്നു വരും. ഇവളെ കാണാനായിട്ട് ഒരു ചെറുക്കന് നടന്നു വരുന്നുണ്ട്. ഇത് വേറെ ആരുമല്ല, നമ്മളുടെ സോളിൻ്റെ അസിസ്റ്റൻ്റ് തന്നെയാണ്. ഇവനെ കാണുന്നേ നമ്മുടെ കിമ്മ് വിചാരിക്കും, എന്നാലും ഇവളുടെ ആരായിരിക്കും ഇവനെന്ന്. ഇവനിങ്ങനെ അകത്തിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുക. എത്രയൊക്കെ പറഞ്ഞാലും നമ്മളുടെ കിമ്മാണെങ്കിൽ ആ കാറിൻ്റെ അകത്തിരിക്കുന്നത് പുറത്ത് നിന്ന് കാണുന്ന ആർക്കും തന്നെ മനസ്സിലാവത്തില്ല. ഉടനെ നമ്മുടെ സോളിൻ്റെ അസിസ്റ്റൻ്റ് വന്നിട്ട് പറയും, നോക്കിയാണേ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള കാറ് ഈ പരിസരത്ത് ആർക്കായിരിക്കും ഉണ്ടാവുക? എന്തായിരുന്നാലും ഇത്രയും നല്ല കാറ് സെലിബ്രിറ്റീസ്, അതേപോലെ തന്നെ മ്യൂസിക് ഡയറക്ടർ, അങ്ങനെയുള്ള ആൾക്കാരുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. ഈ കാറുള്ളത് നമ്മുടെ കിമ്മിൻ്റെ കയ്യിലാണ് എന്നവൻ കറക്റ്റായിട്ട് പറയും. എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ കിം അകത്തിരിപ്പുണ്ടല്ലോ, അവനും ചെറിയ പേടിയുണ്ട്. അവൻ എന്നാലും ഒരു മാസ്ക് എടുത്തിട്ട് സേഫ്റ്റിക്ക് ഇങ്ങനെ ഇരിക്കും. പെട്ടെന്ന് നമ്മുടെ സോളിൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ടല്ലോ, അവനാണെങ്കിൽ ഒരു ഫോണും പിടിച്ചിട്ട് ഈ കാറിൻ്റെ മുകളിലായിട്ട് വന്നിരുന്ന് ഫോട്ടോ എടുക്കാൻ നോക്കും. എന്നാൽ പെട്ടെന്ന് തന്നെ ഇവൻ്റെ കയ്യിരുന്ന ഫോണുണ്ടല്ലോ ആ കാറിലായിട്ട് വീഴും. നമ്മുടെ സോള് ഭയങ്കരമായിട്ടും പേടിച്ചു. അവൾ ചോദിക്കും, നീ എന്തുമായി കാണിക്കുന്നത്? ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാറിനകത്താണ് മൊബൈൽ എടുത്ത് ഇട്ടത് എന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ കിമ്മിൻ്റെ കാറിനകത്ത് ചെറിയൊരു സ്ക്രാച്ച് വീണായിരുന്നു. ഈ അസിസ്റ്റൻ്റ് ആണെങ്കിൽ അയ്യോ ആരും കണ്ടില്ല എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവാനായിട്ട് നോക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ കിമ്മാണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങി വരും. ഇവനെ കാണുന്നതും എല്ലാവരും ഭയങ്കര ഷോക്കായി പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ മാനേജറിനെ. അയാളാണെങ്കിൽ അയാളുടെ വൈഫിനെ വീഡിയോ കോൾ ചെയ്തിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ അയാൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് പെട്ടെന്ന് തന്നെ അയാളുടെ മുമ്പിലായിട്ട് മിസ്റ്റർ പാർക്ക് വരും. ഇയാളെ നിങ്ങൾക്ക് അറിയായിരിക്കും, അതായത് നമ്മുടെ കിമ്മിനെ ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ടല്ലോ, അയാൾ തന്നെയായത്. അയാളാണെങ്കിൽ വന്നിട്ട് നമ്മുടെ ഈ മാനേജറിൻ്റെ അടുത്ത് പറയും, അതെ എനിക്ക് ഭയങ്കര ഡൗട്ടുണ്ട്, എനിക്കാണെങ്കിൽ ആ കിമ്മിനെ കണ്ടേ പറ്റത്തുള്ളൂ. ആ സിയോങ് ആണെങ്കിൽ അന്ന് കിമ്മിനെ കാണാൻ വേണ്ടിയിട്ടല്ലേ പോയത്. അവളുടെ കയ്യിൽ ആദ്യമേ 2 ട്രോഫി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് അവളുടെ കയ്യിൽ ഒരു ട്രോഫി മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ചോദിക്കുന്നത് നമ്മുടെ മാനേജർ ആണെങ്കിൽ അറിയാണ്ടങ്ങ് പറയും, അതെ സിയോൾ ആണെങ്കിൽ കിമ്മിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത് എന്ന്. ഇതാണെങ്കിൽ ഈ പാർക്ക് എന്ന് പറയുന്ന ആൾ റെക്കോർഡ് ചെയ്ത് വെക്കും. എന്നിട്ട് അയാൾ പറയും, ഞാനിപ്പോൾ നിങ്ങൾ പറഞ്ഞത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇത് ഞാൻ മീഡിയക്കാരുടെ കയ്യിൽ കൊടുക്കും. അപ്പോൾ പിന്നെ ഇവരിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചേക്കുന്ന ആ ഗോസിപ്പും കാര്യങ്ങളൊക്കെ കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഈ ഒരു തെളിവ് മാത്രം മതി. ഞാനിത് പബ്ലിഷ് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഹെൽപ്പ് ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കിമ്മിനെ എൻ്റെ മുമ്പിലായിട്ട് കൊണ്ടുവരണം. സത്യം പറഞ്ഞാൽ മാനേജറിനെ എന്ത് വേണമെന്ന് കൂടി അറിയത്തില്ല. മാനേജറാണെങ്കിൽ മാക്സിമം ഇയാളുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിക്കാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ ഒന്നും നടക്കത്തില്ല. അവസാനം മാനേജർ അതങ്ങ് സമ്മതിച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ മാനേജറാണെങ്കിൽ നേരെ കിമ്മിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. കിമ്മിൻ്റെ അടുത്താണെങ്കിൽ അയാൾ കുറേ ഡ്രസ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് പറയും, അതെ നീ എനിക്ക് വേണ്ടിയിട്ടൊരു ഹെൽപ്പ് ചെയ്യണം. ആ പാർക്ക് വന്ന് ചോദിച്ചപ്പോൾ ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയി നീയും സിയോങ്ങും മീറ്റ് ചെയ്തായിരുന്നു എന്ന്. അത് അയാൾ റെക്കോർഡും ചെയ്ത് വെച്ചിട്ടുണ്ട്. അയാളത് പബ്ലിഷ് ആക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പബ്ലിഷ് ആക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നീ ആണെങ്കിൽ അയാളെ വന്നൊന്ന് മീറ്റ് ചെയ്യണം. ഉടനെ തന്നെ നമ്മുടെ കിമ്മാണെങ്കിൽ പറ്റത്തില്ല എന്ന് പറയും. അവസാനം നമ്മുടെ മാനേജർ പറയും, ഓക്കെ നിനക്ക് പറ്റത്തില്ല എന്നാണെങ്കിൽ നിന്നെ പോലൊരു ഡ്യൂപ്ലിക്കേറ്റ് ആളിനെ ഞാൻ കണ്ടുപിടിക്കാം. എന്നിട്ട് അയാളെ ഈ പാർക്കിൻ്റെ അടുത്തായിട്ട് പറഞ്ഞു വിടാം. എന്നിട്ട് നമ്മുടെ ഈ മാനേജറാണെങ്കിൽ കിമ്മിൻ്റെ കയ്യിൽ നിന്ന് ആ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാറില്ലേ അതും വാങ്ങിയിട്ട് പോകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡ്യൂപ്ലിക്കേറ്റ് ആൾക്ക് കൊടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കിമ്മാണെങ്കിൽ പുറത്തു നിന്നിട്ട് പറയും, എനിക്ക് തോന്നുന്നില്ല അത് നല്ലൊരു ഐഡിയ ആയിരിക്കുമെന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാർക്ക് എങ്ങാണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് ആളുടെ അടുത്ത് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ അയാളെ ഡയറക്റ്റായിട്ട് പോയി കണ്ടോളാം. ഇത് കേൾക്കുന്നേ നമ്മുടെ മാനേജറിന് ഭയങ്കര സന്തോഷം. പിന്നെ എന്ത് പറ്റിയിട്ടാണെന്നറിയത്തില്ല, മാനേജറെങ്കിലും നമ്മളുടെ ഈ കിമ്മിൻ്റെ ആ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാറില്ലേ അതും എടുത്തിട്ട് അങ്ങ് പോവും. എന്നിട്ട് പറയും, നിനക്ക് ഞാൻ എൻ്റെ കാർ തന്നേക്കാം എന്ന്. നമ്മുടെ കിമ്മാണെങ്കിൽ അവൻ്റെ മാനേജറിന് ആ കാർ കൊടുത്തിട്ട് ടാറ്റ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതും ദൂരെ നിന്ന് നമ്മുടെ സോൾ ഇത് കാണും. അവളാണെങ്കിൽ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന 2 പേരും കൂടി ലിഫ്റ്റിലായിട്ട് ഇങ്ങനെ പോകുന്നതാണ്. നമ്മുടെ സോളാണെങ്കിൽ കുറച്ച് നേരം ഇടുന്ന ആലോചിക്കും അവൻ്റെ അടുത്ത് സംസാരിക്കണോ വേണ്ടയോ എന്ന്. എങ്കിലും അവൾ അവസാനമാണെങ്കിൽ അവൻ്റെ കൂടെ സംസാരിക്കാൻ തന്നെ റെഡിയാവും. അവളാണെങ്കിൽ നമ്മളുടെ ഈ കിമ്മിൻ്റെ അടുത്ത് പറയും, അതെ നിങ്ങൾ എന്തിനാ എപ്പോഴും ഇങ്ങനെ മാസ്ക് വെച്ചുകൊണ്ട് നടക്കുന്നത്? നിങ്ങൾ ആരുടെയെങ്കിലും അടുത്ത് നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ടാണോ നോക്കുന്നത്? അങ്ങനെ ചെയ്യേണ്ട എന്താ ആവശ്യമുള്ളത്? ഞാൻ കുറച്ച് മുന്നേ കണ്ടായിരുന്നു, നിങ്ങൾക്ക് ഫിനാൻഷ്യലായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? അതുകൊണ്ടാണോ നിങ്ങൾ നിങ്ങളുടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാറ് അയാളുടെ കയ്യിൽ കൊടുത്തു വിട്ടത്? പണത്തിനുള്ള ആവശ്യം കൊണ്ടാണോ നിങ്ങൾ ആ കാറ് വിറ്റത് എന്നൊക്കെ അവൾ ചോദിക്കും. ഉടനെ തന്നെ നമ്മുടെ കിമ്മാണെ പറയും, നീ എന്തിനാ ഇങ്ങനെ അനാവശ്യമായിട്ട്
ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്. ഞാൻ എൻ്റെ കാറ് വിറ്റതൊന്നുമല്ല, ഞാൻ എൻ്റെ കാർ എക്സ്ചേഞ്ച് ചെയ്തതാണ്. ഈ ഫ്ലാറ്റിലാണെങ്കിൽ എൻ്റെ അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാറുള്ള വേറെ ആരുമില്ല. വെറുതെ ഞാൻ അറ്റൻഷൻ പിടിച്ചു വരണ്ട എന്ന് വെച്ചിട്ടാ ആ കാർ എക്സ്ചേഞ്ച് ചെയ്യാന്ന് തന്നെ വിചാരിച്ചത്. അല്ലാണ്ട് വേറെ ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് നമ്മുടെ കിം അവിടെ എന്നങ്ങ് പോവും. നമ്മുടെ സോളും വിചാരിക്കും ഇവനെതിനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ കിം ആണെങ്കിൽ അവൻ്റെ ഫ്ലാറ്റിലായിട്ട് വന്നിട്ട് സോളിനെ പറ്റി ആലോചിക്കുന്നതാണ്. അവൻ വിചാരിക്കും എന്നാലും ഈ പെണ്ണാണെങ്കിൽ എന്നെ മാസ്ക് വെച്ച് കണ്ടിട്ട് കണ്ടുപിടിച്ചില്ലല്ലോ എന്ന്. എന്താന്ന് വെച്ചാൽ ഇവരാണെങ്കിൽ കുറേ വർഷങ്ങൾക്ക് മുന്നേ പരസ്പരം മീറ്റ് ചെയ്തായിരുന്നല്ലോ. അപ്പോൾ അവൻ വിചാരിക്കും ഒരു പക്ഷേ മാസ്ക് കിടക്കുന്നതുകൊണ്ടായിരിക്കും അവൾക്ക് എന്നെ മനസ്സിലാവാത്തത് എന്ന്. അങ്ങനെ നമ്മുടെ കിം ആണെങ്കിൽ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ അവൻ്റെ അമ്മയാണെങ്കിൽ അവനെ കോൾ ചെയ്യും. എന്നിട്ട് പറയും നമുക്കൊന്ന് മീറ്റ് ചെയ്യണം എന്ന്. അങ്ങനെ നമ്മുടെ കിം ആണെങ്കിൽ അവൻ്റെ അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് വരും. അവരാണെങ്കിൽ ഇപ്പോൾ കാറി വെച്ചിട്ട് ഇവനെ കാണുന്നത്. അവരാണെങ്കിൽ നമ്മുടെ കിമ്മിൻ്റെ അടുത്ത് ചോദിക്കും ഞാൻ നിൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞായിരുന്നല്ലോ, നീ അതിനെപ്പറ്റി എന്തെങ്കിലും ചെയ്തോ എന്ന്. അപ്പോൾ നമ്മുടെ കിമ്മാണെങ്കിൽ വേഗം തന്നെ സിയോങ്ങിൻ്റെ 2 കൺസേർട്ടിൻ്റെ ടിക്കറ്റ് എടുത്ത് കൊടുക്കും. അപ്പോൾ അവൻ്റെ അമ്മ പറയും അത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിൻ്റെ മോനാണെങ്കിൽ ഭയങ്കര ഇവളുടെ ഫാനാണ്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടിക്കറ്റ് ചോദിച്ചത് എന്ന്. സത്യം പറഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കിടയിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട്. ഇവൻ്റെ അമ്മയാണെങ്കിൽ ഇവന് ഫുഡ് എടുത്ത് കൊടുക്കും. എന്നിട്ട് ചോദിക്കും നിൻ്റെ ലൈഫൊക്കെ ഇപ്പോൾ എങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്, നീ ഹാപ്പി അല്ലേ എന്ന്. കൂട്ടത്തിൽ തന്നെ അവർ ചോദിക്കും നിനക്കിപ്പോൾ ഗേൾ ഫ്രണ്ട് വല്ലതും ഉണ്ടോ. അപ്പം നമ്മളുടെ കിം പറയും എനിക്കിപ്പോൾ ഗേൾ ഫ്രണ്ട് ഒന്നുമില്ല, എനിക്ക് നന്നായിട്ടറിയാം അമ്മയ്ക്ക് എൻ്റെ കൂടെ പുറത്ത് ടൈം സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന്. അമ്മ നല്ല അൺകംഫർട്ടബിൾ ആണെന്നും എനിക്കറിയാം. അമ്മ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഞാൻ തന്നെയാണ് അന്നത്തെ ആ സംഭവം ചെയ്തത് എന്നല്ലേ, എനിക്ക് നന്നായിട്ടറിയാം എന്നൊക്കെ പറയാൻ നമ്മുടെ കിം ആണെങ്കിൽ ഭയങ്കരമായിട്ട് ശോകത്തിൽ സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആ മിസ്റ്റർ പാർക്കില്ല, അയാളാണെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്മുടെ സോളിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്കാണെങ്കിൽ ഇപ്പോൾ നന്നായിട്ട് അറിയണം, അതായത് അയാൾ മീറ്റ് ചെയ്യാൻ പോകുന്ന കിം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ കിം ആണോ എന്ന്. അപ്പോൾ അയാൾ പറയും ഞാനാണെങ്കിൽ ആ ഫേമസ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള കിമ്മിനെ കാണാൻ പോവുക, അവനാണെങ്കിൽ എൻ്റെ അടുത്ത് എന്തൊക്കെ പറയുന്നോ അതൊക്കെ സത്യമാണോ അല്ലയോ എന്ന് എനിക്കറിയണം, അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണാൻ വന്നതെന്നൊക്കെ പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ സോളും അതിന് സമ്മതിച്ചു കൊടുക്കും. സത്യം പറഞ്ഞാൽ അവൾക്ക് ഇതുവരെ അറിയത്തില്ലല്ലോ അവളുടെ കൂടെ അപ്പുറത്തെ ഫ്ലാറ്റിൽ താമസിക്കുന്നത് ആ ഫേമസ് ആയിട്ടുള്ള കിമ്മാണ് എന്ന്. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളിങ്ങനെ ഓടുകയും അതേപോലെ തന്നെ അയാളെ ഒരു പോലീസുകാരനെ ഓടിക്കുകയും ചെയ്യുന്നതാണ്. ഇയാളെന്ന് വെച്ചാൽ വേറെ ആരുമല്ല, 5 വർഷത്തിന് മുന്നേ ആയിട്ട് നമ്മളുടെ കിമ്മിനെ ആണെങ്കിൽ ഒരാൾ ബസ്സിൽ കയറി വന്നിട്ട് അവനെ നല്ലതുപോലെ ഉപദ്രവിച്ചില്ലേ, അതേ ആൾ തന്നെയാണ്. ഇയാളുടെ പേരെന്ന് വെച്ചാൽ ജോ എന്നാണ്. അതേപോലെ തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്തേക്കുന്ന ആ പോലീസ് ഓഫീസറിന്റെ പേര് കാങ് എന്നുമാണ്. അങ്ങനെ നമ്മുടെ ഈ ജോയിനെ ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരും. ഇവിടെ ഈ ജോ ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളാണെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള കുറേ ID കാർഡൊക്കെ ഉണ്ടാക്കിയിട്ട് പോലീസിനെ പോലെ അവിടെയുള്ള ഏരിയയിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചേക്കുവാണ്. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ ജോയിനെ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ട് വന്നേക്കുന്നത്. ഈ കാങ്ങാണെങ്കിൽ ഇയാളുടെ പാസ്റ്റിലെ ഓരോരോ ഹിസ്റ്ററിയൊക്കെ എടുത്തു നോക്കിയിട്ട് പറയും നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ അനിയത്തിനെ ആരാണോ കൊന്നത് അയാൾക്ക് വേണ്ടിയിട്ടുള്ള അലച്ചില്ലാണല്ലേ. അപ്പോൾ നമ്മളുടെ ഈ ജോ പറയും അതെ ഞാൻ അതിന് വേണ്ടിയിട്ട് തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ അവിടേക്ക് വേറെ ഒരു പോലീസ് ഓഫീസർ വരും. അയാൾ വന്നിട്ട് പറയും നിങ്ങളുടെ അനിയത്തിനെ കൊന്നതിനുള്ള തെളിവ് നല്ലതുപോലെ കിട്ടിയിട്ടില്ല, പോരാത്തിന് നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ അനിയത്തിനെ ആരാണോ കൊന്നെന്ന് പറയുന്ന ആ കില്ലറിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയില്ലേ, ഒരു കത്തി എടുത്തിട്ട് അവൻ്റെ മുതുകത്തായിട്ട് കുത്തിയില്ലേ, അതിൻ്റെ പേരിലല്ലേ നിങ്ങൾ ജയിലിൽ പോയത്. ഇതൊക്കെ കേൾക്കുന്ന ഞാൻ ചോദിക്കുകയാണെങ്കിൽ അങ്ങ് ഭയങ്കര ദേഷ്യം വരും. അയാളാണെങ്കിൽ പറയും അല്ല ഇപ്പോഴും ആ കുറ്റവാളി പുറത്ത് തന്നെയല്ലേ ഉള്ളത്, അവനെ എന്താണ് ആരും പിടിച്ച് ജയിലിലിടാതെ, അതിൻ്റെ റീസൺ എന്താണ് എന്നൊക്കെ ചോദിക്കും. ഇയാൾക്കാണെങ്കിൽ അങ്ങ് ഭയങ്കര ദേഷ്യം വരുമായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ അവിടെ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ആ പോലീസുകാരൻ്റെ മുഖത്തായിട്ടങ്ങ് ഒഴിച്ചു കൊടുക്കും. പെട്ടെന്ന് തന്നെ ഈ ജോയിനെ പിടിച്ചിട്ട് ആ പോലീസുകാരാണെങ്കിൽ ജയിലിലായിട്ട് അടക്കി. ഇയാളാണെങ്കിൽ ഇപ്പോഴും ഇയാളുടെ അനിയത്തിനെ പറ്റി ആലോചിച്ചിട്ട് ഭയങ്കര സങ്കടത്തിലായിരുന്നു. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കിമ്മിനെയാണ്. അവനാണെങ്കിൽ അവിടെ കുളിച്ചുകൊണ്ട് നിൽക്കുന്നേ നമുക്കവിടെ കാണിക്കും. അതായത് ഇവൻ്റെ മുതുകത്തായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുത്തിയ ഒരു പാടുണ്ട്. അതായത് നമ്മുടെ ആ ജോ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന കുറ്റവാളി വേറെ ആരുമല്ല, നമ്മളുടെ കിം തന്നെയാണ്. അവൻ യഥാർത്ഥത്തിൽ ആ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്കിനി വരുന്ന എപ്പിസോഡിൽ മാത്രമേ മനസ്സിലാവൂ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്റ്റർ പാർക്ക് ഉണ്ടല്ലോ, അയാളാണെങ്കിൽ നമ്മുടെ സോളിനെയും കൊണ്ടൊരു സ്ഥലത്തായിട്ട് വരുന്നതാണ്. എന്നിട്ട് ഈ മിസ്റ്റർ പാർക്ക് പറയും ഇന്നത്തെ ദിവസമാണ് കിം ഇവിടേക്ക് വരുന്നത്, എന്തായിരുന്നാലും നീ എന്നെ നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യണം, ആ കിം കള്ളം പറയുന്നോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് പറയണോ എന്നൊക്കെ പറയും. ഇവിടെ നമ്മുടെ സോളിൻ്റെ കയ്യിലായിട്ട് ഒരു ഡിവൈസ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ കയ്യിലും അതേപോലെ തന്നെ അവളുടെ ക്ലൈൻറ്റ് ആരാണോ അവരുടെ കയ്യിലുമായിട്ടിരിക്കും.
ഇവള് പറയും ഇവൻ കള്ളമാണ് പറയുന്നത് എങ്കിൽ ഞാൻ 2 തവണ അത് പ്രസ് ചെയ്യും, സത്യമാണെങ്കിൽ 1 തവണ പ്രസ് ചെയ്യും എന്ന്. അപ്പോൾ നമ്മുടെ ഈ പാർക്ക് പറയും നീ എന്തായിരുന്നാലും ഇനി ഇവിടെ എങ്ങും നിൽക്കണ്ട, നീ അകത്ത് പോയിരുന്നോന്ന് പറഞ്ഞിട്ട് നമ്മുടെ സോളിനെ അകത്തോട്ട് കയറ്റി വിടും. അങ്ങനെ ഈ പാർക്കാണെങ്കിൽ കിമ്മിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവസാനം നമ്മുടെ കിം അവിടേക്ക് വരും. കിമ്മിനെ കാണുന്നേയും ഈ പാർക്ക് വയ്ക്കും നിങ്ങൾ യഥാർത്ഥ കിം തന്നെയാണോ അതോ അവൻ്റെ അപരം വല്ലതും ആണോ എന്ന്. അപ്പോൾ നമ്മുടെ കിം പറയും ഞാൻ യഥാർത്ഥ കിമ്മാണ് എന്ന്. ഉടനെ തന്നെ നമ്മുടെ സോളാണെങ്കിൽ 1 തവണ പ്രസ് ചെയ്ത് കാണിക്കും. അത് കഴിഞ്ഞിട്ട് ഇയാൾ ചോദിക്കും നിങ്ങളും സിയോളും തമ്മിൽ ഇഷ്ടത്തിലാണോ, നിങ്ങൾ രണ്ടും ഡേറ്റ് ചെയ്യുവാണോ എന്ന്. അപ്പം നമ്മളുടെ കിം അല്ല എന്ന് പറയും. ഇതിനും നമ്മളുടെ സോളാണെങ്കിൽ 1 തവണയാ ക്ലിക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ പാർക്ക് ചോദിക്കും നിങ്ങളാണെങ്കിൽ എൻ്റെ പാട്ട് കോപ്പി അടിച്ചിട്ടല്ലേ ഓരോരോ പാട്ടൊക്കെ ചെയ്തേക്കുന്നേ എന്ന്. അപ്പോൾ നമ്മളുടെ കിം അല്ല എന്ന് പറയും. ഇതും സത്യമായിരുന്നു. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വേഗം തന്നെ ഈ പാർക്കാണെങ്കിൽ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് അവനാണെങ്കിൽ കിമ്മിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അവൻ്റെ മുഖത്തായിട്ട് ബിയർ എടുത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. നമ്മളുടെ സോളിന് മനസ്സിലാവും അതായത് ഇവിടെ കിം ആണെങ്കിൽ കള്ളമൊന്നും പറഞ്ഞിട്ടില്ല, ഇവിടുത്തെ ഏറ്റവും വലിയ ഫ്രോഡെന്ന് പറയുന്നത് ആ പാർക്ക് തന്നെയാണ് എന്ന്. പെട്ടെന്ന് തന്നെ അവളൊരു സൗണ്ട് വയ്ക്കും. ഈ ഒരു തക്കം നോക്കി നമ്മളുടെ കിം ആണെങ്കിൽ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോവും. അവൻ്റെ ഫോട്ടോ എടുക്കാനൊന്നും ഈ പാർക്കിനെ സമ്മതിക്കത്തില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ പാർക്കിന് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അവൻ ഈ പ്ലാനൊക്കെ ഫ്ലോപ്പ് ആക്കിയത് നമ്മളുടെ സോളാണ് എന്ന് പറഞ്ഞിട്ട് അവൻ നമ്മുടെ സോളിനോട് അടി കൂടാൻ വരും. ഉടനെ തന്നെ സോള് പറയും നിങ്ങളാണെങ്കിൽ ഇവിടെ പറഞ്ഞ എല്ലാം കള്ളത്തരമാണ്, എന്നാൽ അവൻ പറഞ്ഞതെല്ലാം സത്യമാണ്. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, അവൻ സത്യസന്ധന എന്ന്. എന്തിനാ ആവശ്യമില്ലാതെ അവൻ്റെ പേര് ചീത്തയാക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്, ഞാനതിന് സമ്മതിക്കത്തില്ല. മര്യാദയ്ക്ക് എന്നെ ക്യാഷ് തന്നോണമെന്ന് പറഞ്ഞിട്ട് സോൾ അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് ഒരുങ്ങും. അതേസമയം തന്നെ അവളുടെ അസിസ്റ്റൻ്റ് ഉണ്ടല്ലോ അവളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ പുറത്ത് വന്ന് നിൽക്കുമായിരുന്നു. ഇവനാണെങ്കിൽ നോക്കുമ്പോൾ എന്തോ അവിടെയായിട്ട് നമ്മുടെ കിം ഇങ്ങനെ കറങ്ങി നിൽക്കുക. അവൻ ഇതുവരെ അവൻ്റെ വീട്ടിൽ പോയിട്ടില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ അസിസ്റ്റൻ്റ് കണ്ടിട്ട് വിചാരിക്കും ഇനി ഇത് ആ മ്യൂസിക് ഡയറക്ടറായിട്ടുള്ള കിം വല്ലതും ആണോ. എന്താണെന്ന് വെച്ചാൽ ഇവനാണെങ്കിൽ ഇവൻ്റെ മാസ്ക് ഇട്ട ലുക്ക് ചെറുതായിട്ട് അറിയാം. അപ്പോഴാണെങ്കിൽ കറക്റ്റായിട്ട് നമ്മുടെ സോൾ അവിടേക്ക് വരും. സോളാണെങ്കിൽ ഇവളുടെ അസിസ്റ്റൻ്റിൻ്റെ അടുത്ത് പറയും ഇന്ന് എൻ്റെ ക്ലൈൻറ്റ് ആരായിരുന്നു നിനക്കറിയാവോ, ആ ഫേമസ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ കിം ആയിരുന്നു. ഇത് കേൾക്കുന്നേ അവൻ ഭയങ്കര ഷോക്കാകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ അസിസ്റ്റൻ്റ് ആണെങ്കിൽ ആ കിമ്മിൻ്റെ അതേപോലെ തന്നെ സിയോളിൻ്റെയും ഭയങ്കര ഫാനാണ്. ഉടനെ തന്നെ അവൻ പറയും നിങ്ങൾ എന്തായിരുന്നാലും എന്നോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഒരു വാക്ക് എന്നോട് പറഞ്ഞിട്ട് പോകാമായിരുന്നു എന്നും പറഞ്ഞിട്ട് അവനവിടെ കിടന്ന് ഭയങ്കരമായിട്ട് വെള്ളം വെക്കും. കൂട്ടത്തിൽ തന്നെ നമ്മളുടെ സോളിൻ്റെ വണ്ടി ഇവൻ ഭയങ്കര സ്പീഡിൽ ഓടിക്കും. അങ്ങനെ ഓടിച്ചോടിച്ച് നമ്മളുടെ കിമ്മിൻ്റെ വണ്ടിനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. എങ്കിലും ഒന്നും നടക്കത്തില്ല. അവസാനം നമ്മളുടെ സോള് വഴക്ക് പറഞ്ഞിട്ട് അവളെയാണെങ്കിൽ ഇവളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഇവൻ ഡ്രോപ്പ് ചെയ്യും. ഇവളാണെങ്കിൽ അപ്പാർട്ട്മെൻറ്റിൽ കയറാനായിട്ട് വരുമ്പോൾ എന്തോ അവിടെയായിട്ട് നമ്മുടെ കിം കിടക്കുവാണ്. കിമ്മിനെ കാണുന്ന ഇവള് വിചാരിക്കും ഇവനെ കണ്ടിട്ട് ആ ഫേമസ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടറിനെ പോലെയുണ്ട് എന്നും പറഞ്ഞിട്ട് അവൾ അടുത്തോട്ട് വരുമ്പോൾ ഇവൻ്റെ ദേഹത്തായിട്ട് ബിയർ എല്ലാം ഒഴിച്ചേക്കുക. അപ്പം തന്നെ നമ്മുടെ സോളിന് കാര്യം മനസ്സിലാവും ഇവൻ വേറെ ആരുമല്ല ആ കിം തന്നെയാ എന്ന്. അവിടെയാണെങ്കിൽ നമ്മുടെ കിം ഉണ്ടല്ലോ അവൻ ഭയങ്കരമായിട്ട് ബോധം കെട്ടിരിക്കുമായിരുന്നു. ഉടനെ തന്നെ നമ്മുടെ സോളാണെങ്കിൽ വന്നിട്ട് ഇവൻ്റെ ആ മാസ്ക് പിടിച്ചങ്ങ് മാറ്റി നോക്കും. നമ്മുടെ സോളാണെങ്കിൽ കിമ്മിൻ്റെ ഫേസ് കാണുന്നതിന് ഭയങ്കരമായിട്ട് ഷോക്കാവും. അതേസമയം തന്നെ നമ്മുടെ കിമ്മും കണ്ണു തുറക്കും. അവൻ ഇവളെ കാണുന്നതിന് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയായിരുന്നു. രണ്ടുപേരും പരസ്പരം ഭയങ്കര ക്ലോസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.